കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം: പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആവനി ലഖേരയാണ്. ആവനി ലഖേര 10 മീറ്റർ എയർ റൈഫിൾസ് സ്റ്റാൻഡിംഗ് SH1 അവനി സ്വർണം നേടിയത്. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ പുതിയ ചെയർമാൻ ഇന്ത്യക്കാരനായിട്ടുള്ള ജയ്ഷയാണ്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI സെക്രട്ടറി ആയിരുന്നു ജയ്ഷ. ഏതു സംസ്ഥാനത്തു നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിൽ നിന്നാണ്. പാരാലിമ്പിക്സിലോ ഒളിമ്പിക്സിലോ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആരാണ്? പ്രീതി പാൽ. വനിതാ T35 വിഭാഗം 200 മീറ്റർ ഓട്ടത്തിലും 100 മീറ്റർ ഓട്ടത്തിലും വെങ്കലം സ്വന്തമാക്കിയതോടെയാണ് ഇരട്ട മെഡൽ നേട്ടം സ്വന്തമാക്കിയത് പ്രീതി പാൽ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമനാണ്. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാര്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് B ശ്രീനിവാസനാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് NSG വർക്ക് ചെയ്യുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന NSG സ്ഥാപിതമായത് 1986 സെപ്റ്റംബർ 22-നാണ്. 1986 സെപ്റ്റംബർ 22. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ സതീഷ് കുമാറാണ്. ഇന്ത്യൻ റെയിൽവേസ് മാനേജ്മെൻറ്റ് സർവീസ് IRMS ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. ജയവർമ്മ സിൻഹയുടെ പിൻഗാമിയായാണ് നിയമനം. ഇപ്പോൾ മുൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹയാണ്. പുതിയ ആൾ സതീഷ് കുമാർ. അപ്പോൾ ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങൾ. ശ്രദ്ധിച്ചു വയ്ക്കുക.